എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഒരു കഥയെക്കുറിച്ചാണ്. പക്ഷേ അതിലൊരു ചോദ്യമുണ്ട്. അത് ഇന്നും ഈ നിമിഷവും വളരെ പ്രസക്തമാണ്. എന്താണെന്നല്ലേ? നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ഈ കഴിവിന്റെ, ഈ ശക്തിയുടെ യഥാർത്ഥ ഉറവിടം അതെവിടെയാണ്? വാ, നമുക്കൊന്ന് അന്വേഷിച്ചു നോക്കാം. ഒന്ന് ആലോചിച്ചു നോക്കിയേ, നിങ്ങളുടെ കഴിവുകൾ, നിങ്ങൾ നേടുന്ന വിജയങ്ങൾ, എന്തിനേറെ നിങ്ങളുടെ ചിന്തകൾ പോലും. ഇതിനൊക്കെയുള്ള ഊർജം, ആ ഒരു പവർ, അത് എവിടെ നിന്നാണ് വരുന്നത്? അത് നിങ്ങളിൽ നിന്ന് തന്നെയാണോ, അതോ മറ്റെവിടെയെങ്കിലും ആണോ അതിന്റെ ഉറവിടം? അപ്പോ ഈയൊരു ചോദ്യത്തിനുള്ള ഉത്തരം തേടി നമ്മൾ പോകുന്നത് കേനോപനിഷത്തിലേക്കാണ്. ഇതൊരു പുരാതന ഗ്രന്ഥമാണ്, ശരി തന്നെ. പക്ഷേ ഇതൊരു കഥയിലൂടെയാണ് നമ്മളോട് സംസാരിക്കുന്നത്. അഹങ്കാരത്തിന്റെയും നിഗൂഢതയുടെയും പിന്നെ നമ്മളീ പറഞ്ഞ ശക്തിയുടെ യഥാർത്ഥ ഉറവിടത്തെക്കുറിച്ചുമൊക്കെയുള്ള ഒരു കിടിലൻ കഥയാണിത്. അപ്പോ നമ്മുടെ കഥ തുടങ്ങുന്നത് ദേവന്മാരിൽ നിന്നാണ്. ഒരു വലിയ യുദ്ധം കഴിഞ്ഞതേയുള്ളൂ. അസുരന്മാരെയൊക്കെ തോൽപ്പിച്ച് വമ്പൻ വിജയമാഘോഷിക്കുകയാണ് അവരെല്ലാവരും. നമ്മളെ തോൽപ്പിക്കാൻ ആരുമില്ല എന്നൊരു ഭാവത്തിൽ അങ്ങ് മതിമറന്നിരിക്കുകയാണ്. അവർക്ക് നല്ല അഹങ്കാരം തലയ്ക്ക് പിടിച്ചു. ശരിക്കും പറഞ്ഞാൽ ഈ വിജയത്തിന് പിന്നിലുള്ള യഥാർത്ഥ ശക്തി എന്താണെന്ന് അവർ മറന്നുപോയി. ഈയൊരു മറവി, അല്ലെങ്കിൽ ഈ അഹങ്കാരം, അതുതന്നെയാണ് കഥയെ അപ്രതീക്ഷിതമായ ഒരു വഴിത്തിരിവിലേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ അഹങ്കരിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന്, എവിടെ നിന്നാണെന്ന് ആർക്കും ഒരു പിടിയുമില്ല, അവർക്ക് മുന്നിൽ നിഗൂഢമായ ഭയങ്കര ശക്തിയുള്ളൊരു രൂപം പ്രത്യക്ഷപ്പെടുന്നത്. ആ രൂപത്തിന്റെ ഒരു തേജസ് കണ്ടിട്ട് ദേവന്മാരൊക്കെ ശരിക്കും ഞെട്ടിപ്പോയി. അപ്പോൾ ആരാണീ വന്നതെന്നറിയാൻ ദേവന്മാർക്കൊരാകാംക്ഷയായി. അവരെ തീരുമാനിച്ചു, ശരി, നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്യാം. അങ്ങനെ കൂട്ടത്തിലെ ഏറ്റവും ശക്തരായവർ ആ രൂപത്തെ നേരിടാനായി മുന്നോട്ട് വന്നു. ആദ്യം തന്നെ മുന്നോട്ട് വന്നത് സാക്ഷാൽ അഗ്നിദേവനാണ്. തന്റെ ശക്തിയിൽ വലിയ വിശ്വാസമാണ് അദ്ദേഹത്തിന്. ഈ ഭൂമിയിലുള്ളതെന്തും കത്തിച്ചു ചാമ്പലാക്കാൻ എനിക്ക് കഴിയും എന്നൊക്കെ വലിയ അഭിമാനത്തോടെ അങ്ങ് പ്രഖ്യാപിച്ചു. പക്ഷേ അവിടെ നടന്നത് ആരും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരുന്നു. ആ നിഗൂഢരൂപം എന്തു ചെയ്തെന്നോ, ഒരു ചെറിയ പുൽക്കൊടിയെടുത്ത് മുന്നോട്ട് വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതൊന്ന് കത്തിക്കാമോ എന്ന്. അഗ്നിദേവൻ തന്റെ സർവ്വശക്തിയുമെടുത്ത് ശ്രമിച്ചു നോക്കി. പക്ഷെ എന്തു പറയാൻ, ആ പുൽക്കൊടിയിൽ ഒരു തരി കരിയിക്കാൻ പോലും അദ്ദേഹത്തിന് പറ്റിയില്ല. സമ്പൂർണ്ണ പരാജയം. അഗ്നിദേവൻ പരാജയപ്പെട്ടതോടെ അടുത്ത ഊഴം വായുദേവന്റേതായി. അദ്ദേഹവും ഒട്ടും മോശമാക്കിയില്ല. ഈ ഭൂമിയിലുള്ള എന്തും എന്റെ ഒരു ഊത്തിന് പറത്തിക്കളയാൻ പറ്റും എന്നായി അദ്ദേഹത്തിന്റെ വീരവാദം. പക്ഷേ സംഭവിച്ചതെന്താ? അഗ്നിദേവന്റെ അതേ അവസ്ഥ, അതേ പുൽക്കൊടി. ഒരിഞ്ച് പോലും അനക്കാൻ വായുദേവന് കഴിഞ്ഞില്ല. അതോടെ ദേവന്മാരുടെയെല്ലാം അഹങ്കാരം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായി. അങ്ങനെ വമ്പന്മാരെല്ലാം തോറ്റപ്പോ അവസാനം ദേവന്മാരുടെ രാജാവായ ഇന്ദ്രൻ തന്നെ മുന്നോട്ടു വന്നു. ഈ രഹസ്യം എന്തായാലും കണ്ടുപിടിക്കണമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. എന്നാൽ ഇന്ദ്രൻ ആ രൂപത്തിനടുത്തേക്ക് ചെന്നതും അതങ്ങ് അപ്രത്യക്ഷമായി. പകരം അവിടെ ആകാശത്ത് അതിമനോഹരിയായ ഉമാദേവി പ്രത്യക്ഷപ്പെട്ടു. യഥാർത്ഥ സത്യം വെളിപ്പെടാൻ പോകുന്ന ആ നിമിഷം അതായിരുന്നു. ഇവിടെയാണ് കഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഉമാദേവി ആ വലിയ രഹസ്യം വെളിപ്പെടുത്തി. നിങ്ങൾ കണ്ട ആ രൂപം, അത് ബ്രഹ്മമായിരുന്നു. നിങ്ങളുടെ വിജയം നിങ്ങളുടേതായിരുന്നില്ല, അത് ബ്രഹ്മത്തിന്റെ വിജയമായിരുന്നു. കണ്ടോ, അവരുടെ ശക്തിയുടെ ഉറവിടം അവർ സ്വയമായിരുന്നില്ല. അപ്പോ ഈ കഥ കേൾക്കുമ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, അല്ലേ? എന്താണീ പറയുന്ന ബ്രഹ്മം? ശരി, നമുക്ക് ആ ചോദ്യത്തിന്റെ ഉത്തരം തേടാം. ബ്രഹ്മെന്ന് പറയുമ്പോൾ അതൊരു ദൈവമോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ അല്ല. അതായത് ഈ പ്രപഞ്ചത്തിന് മുഴുവൻ അടിസ്ഥാനമായിട്ടുള്ള ഒരു ഊർജം, ഒരു യാഥാർത്ഥ്യം. ഒരു കമ്പ്യൂട്ടറിന് പ്രവർത്തിക്കാൻ വൈദ്യുതി വേണമെന്നതുപോലെ നമ്മൾ കാണുന്നതിനും കേൾക്കുന്നതിനും ചിന്തിക്കുന്നതിനുമൊക്കെ പിന്നിലുള്ള ഒരു അടിസ്ഥാന ചൈതന്യമില്ലേ, അതാണ് ബ്രഹ്മം. ഉപനിഷത്ത് ഇത് വളരെ മനോഹരമായിട്ടാണ് പറഞ്ഞു തരുന്നത്. ബ്രഹ്മം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നൊരു വസ്തുവല്ല, മറിച്ച് ആ കണ്ണിന് കാണാനുള്ള കഴിവ് കൊടുക്കുന്ന ശക്തിയില്ലേ, അതാണ് ബ്രഹ്മം. അതുകൊണ്ടാണ് പറയുന്നത് അത് കണ്ണിന്റെ കണ്ണാണെന്ന്. അതേപോലെ തന്നെ നമ്മൾ കേൾക്കുന്ന ഒരു ശബ്ദമല്ല ബ്രഹ്മം, പക്ഷേ നമ്മുടെ കാതിന് കേൾക്കാനുള്ള ആ കഴിവ് തരുന്ന ഒരു ശക്തിയുണ്ടല്ലോ, അതാണ് ബ്രഹ്മം. അതായത് അത് കാതിന്റെ കാതാണ്. ഇനി നമ്മുടെ സംസാരത്തിന്റെ കാര്യമെടുത്താലോ, നമ്മൾ സംസാരിക്കുന്ന വാക്കുകളല്ല ബ്രഹ്മം, പിന്നെയോ ആ വാക്കുകൾ ഉണ്ടാകാൻ കാരണമാകുന്ന ആ ഒരു ഉറവിടം, അതാണ് ബ്രഹ്മം. അതുകൊണ്ട് അത് വാക്കിന്റെ വാക്കാകുന്നു. ഇനി വരുന്നത് ഏറ്റവും ഗഹനമായ ആശയമാണ്. ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തകളല്ല ബ്രഹ്മം, മറിച്ച് ആ ചിന്തകൾ വരുന്നുണ്ട് എന്ന് നമ്മളെ അറിയിക്കുന്ന, അതിനെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു ആഴത്തിലുള്ള ബോധമുണ്ടല്ലോ, അതാണ് ബ്രഹ്മം. ചുരുക്കി പറഞ്ഞാൽ അത് മനസ്സിന്റെ മനസ്സാണ്. ഓക്കെ, ഇത്രയും ആഴത്തിലുള്ള ഒരാശയം ഇതെങ്ങനെയാണ് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുക? അതിനും ഉപനിഷത്തിലൊരു ഉത്തരമുണ്ട്.
ഈ അറിവെന്ന് പറയുന്നത് വർഷങ്ങളോളം പഠിച്ച് പരീക്ഷ എഴുതി നേടുന്നൊന്നല്ല. ഉപനിഷത്ത് പറയുന്നത് അതൊരു മിന്നൽ പോലെ, ഒരു ഫ്ലാഷ് പോലെ പെട്ടെന്നുണ്ടാകുന്ന ഒരു തിരിച്ചറിവാണെന്നാണ്. നമ്മുടെ ബോധത്തിന്റെ ഉറവിടം നമ്മൾ തന്നെ തിരിച്ചറിയുന്ന ആ ഒരു നിമിഷം. പക്ഷേ അങ്ങനെയൊരു മിന്നലുണ്ടാകണമെങ്കിൽ കുറച്ച് തയ്യാറെടുപ്പൊക്കെ വേണം. ആത്മനിയന്ത്രണം വേണം. നമ്മുടെ ഇന്ദ്രിയങ്ങളെ അടക്കി നിർത്തണം. ചെയ്യാനുള്ള കടമകൾ കൃത്യമായി ചെയ്യണം. പിന്നെ സത്യത്തിൽ ഉറച്ചു നിൽക്കണം. ഇതൊക്കെയാണ് ആ വലിയ തിരിച്ചറിവിലേക്കുള്ള വഴിയിലെ പടികൾ. അപ്പോ നമ്മൾ ഈ ഒരു വിശകലനം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പക്ഷേ പോകുന്നതിന് മുമ്പ് ഒരു ചോദ്യം. ദേവന്മാർക്ക് പോലും ഉത്തരം കണ്ടെത്താൻ കഴിയാതിരുന്ന ആ ശക്തിയുടെ ഉറവിടം ഒരുപക്ഷെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞെങ്കിലോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. എന്താണ് നിങ്ങളുടെ ചിന്തകൾക്ക് പിന്നിലുള്ള ചിന്ത? എന്താണ് നിങ്ങളുടെ മനസ്സിന്റെ മനസ്സ്?